ഹായ് ഡിയർ സ്റ്റുഡൻസ്, 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒന്നാമത്തെ എക്സസൈസ് ആയിട്ടുള്ള എക്സസൈസ് 11.1ൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ലൈൻ എക്സ് വൈ സെഡ് ആക്സസ് ആയിട്ട് 90, 135 ആൻഡ് 45 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുക. അതിനുശേഷം ആ ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുക. അപ്പോൾ നോക്കുക, എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ആൽഫ എന്നും വൈ ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ ബീറ്റ എന്നും ദെൻ സെഡ് ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ ഗാമ എന്നും എടുത്തിട്ട് അവയെ നമ്മൾ ഡയറക്ഷൻ ആംഗിൾസ് എന്നാണ് പേര് വിളിച്ചിരിക്കുന്നത്. ആ ആംഗിൾസിൻ്റെ കൊസൈൻ എടുക്കുമ്പോൾ അല്ലേ, കോസ് എടുക്കുമ്പോഴാണ് അതിന് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ കോസ് ആൽഫ, കോസ് ബീറ്റ ആൻഡ് കോസ് ഗാമയാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് ആയിട്ട് എടുക്കുക. അങ്ങനെ വരുമ്പോഴിവിടെ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കുക, കോസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണത്? കോസ് 90 ഡിഗ്രിയാണ്. നമുക്കറിയാം കോസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 0 എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. അടുത്ത് നമുക്കവിടെ കോസ് ബീറ്റ കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കിയപ്പോൾ കോസ് 135 ഡിഗ്രി എന്ന് പറഞ്ഞു. നമുക്കതിനെ ഡയറക്റ്റ്ലി അറിയാവുന്നവർ ഡയറക്റ്റ്ലി എഴുതുക, അല്ലെങ്കിൽ നമ്മൾ 135നെ 90 + 45 എന്നോ അല്ലെങ്കിൽ 180 - 45 എന്നോ എഴുതും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എഴുതിയേക്കുക. അപ്പോൾ ഞാനിവിടെ ഇതിനെ കോസ് 180 ഡിഗ്രി - 45 ഡിഗ്രി എന്നതാണ്. അപ്പോൾ നോക്കുക, കോസ് 180 - തീറ്റ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് നെഗറ്റീവ് കോസ് തീറ്റ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വാർട്ടറിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നെഗറ്റീവ് കോസ് 45 ഡിഗ്രി എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1/√2 എന്നാണ് നമുക്കിവിടെ കോസ് ബീറ്റയുടെ വാല്യൂ കിട്ടുക. ഇനി നമ്മൾ കോസ് ഗാമ കണ്ടുപിടിക്കും. സോ ദാറ്റ് ഈസ് കോസ് ഓഫ് 45 ഡിഗ്രി എന്നാണ്. അപ്പോൾ നമുക്ക് അതിനെ 1/√2 എന്നും എഴുതാനായിട്ട് പറ്റി. അപ്പോൾ നോക്കുക, ഡയറക്ഷൻ ആംഗിൾസ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ കോസ് കണ്ടുപിടിച്ചപ്പോഴാണ് നമുക്കവിടെ ഡയറക്ഷൻ കൊസൈൻസ് കിട്ടിയത്. അപ്പോൾ ഫൈനലി നമുക്ക് എഴുതിയേക്കാം therefore direction cosines അല്ലേ, ഡയറക്ഷൻ കൊസൈൻസ് ആർ 0, നെഗറ്റീവ് 1/√2 ആൻഡ് 1/√2. അപ്പോൾ ഇതാണ് ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുക, ആ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കേണ്ട ലൈൻ അവിടെ കോർഡിനേറ്റ് ആക്സുമായിട്ട് ഈക്വൽ ആംഗിൾസ് ആണ് മേക്ക് ചെയ്യണേ എന്നാണ് പറഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ആംഗിൾസ് എല്ലാം സെയിം ആണ് എന്നാണ് പറഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആൽഫ തന്നെയാണ് ബീറ്റ, അത് തന്നെയാണ് ഗാമ എന്ന് പറയേണ്ടി വരും. അപ്പം നമുക്ക് അവിടെ കോസ് ആൽഫയും കോസ് ബീറ്റയും കോസ് ഗാമയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെല്ലാം എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു ഇക്വേഷനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ ബീറ്റ ഗാമ 3 വേരിയബിൾസ് ആണ്. പക്ഷെ മൂന്നും ഒരാളായതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് മറ്റേ ആളുടെ ടൈമിലോട്ട് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീറ്റയും ഗാമയും ആൽഫ എന്ന് തന്നെയാണ് എഴുതുക. അങ്ങനെ നോക്കിയപ്പോൾ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വന്ന് നോക്കുക. ബീറ്റയും ഗാമയും ആൽഫ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അങ്ങനെ നോക്കിയപ്പോൾ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈംസ് കോസ് സ്ക്വയർ ആൽഫ എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അവിടെ നിന്ന് നമുക്ക് കോസ് സ്ക്വയർ ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 എന്ന് എഴുതാനായിട്ട് പറ്റി. അങ്ങനെ നോക്കുമ്പോൾ കോസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1/3 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√3 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റി. അപ്പോൾ നോക്കുക, കോസ് ആൽഫ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1/√3 ആണ്. അങ്ങനെ വരുമ്പോൾ കോസ് ബീറ്റയും പ്ലസ് ഓർ മൈനസ് 1/√3 ആയിരിക്കും. കോസ് ഗാമയും പ്ലസ് ഓർ മൈനസ് 1/√3 തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എഴുതാം therefore direction cosines are അല്ലേ. അപ്പോൾ അവിടെ 3 പേര് വേണം. സോ പ്ലസ് ഓർ മൈനസ് 1/√3 പ്ലസ് ഓർ മൈനസ് 1/√3 ആൻഡ് പ്ലസ് ഓർ മൈനസ് 1/√3. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കോസ് ആൽഫ കണ്ടുപിടിച്ചു, അത് തന്നെയാണ് കോസ് ബീറ്റ, അത് തന്നെയാണ് കോസ് ഗാമ. അപ്പോൾ നമ്മൾ എഴുതിയപ്പോഴും നമ്മൾ എഴുതി ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് അതെല്ലാം എന്ത് തന്നെയാണ്? പ്ലസ് ഓർ മൈനസ് 1/√3 തന്നെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്കൊരു ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ വെക്ടറിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഒരു വെക്ടറിൻ്റെ സ്കാലർ കമ്പോണൻസിനെയാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് എടുക്കുക. എങ്കിൽ ആ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടറിൻ്റെ
സ്കേലാർ കമ്പോണൻസിനെ നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വിളിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ സ്കേലാർ കമ്പോണൻസിനെ അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് മൂന്നുമാണ് അവിടുത്തെ ഡയറക്ഷൻ റേഷ്യോസ് എങ്കിൽ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. സ്ക്വയർ റൂട്ട് ഓഫ് ഇയാളുടെ സ്ക്വയർ പ്ലസ് ഇയാളുടെ സ്ക്വയർ പ്ലസ് ഇയാളുടെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ അവിടെ മാഗ്നിറ്റ്യൂഡായി. അതുകൊണ്ട് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്താൽ ഡയറക്ഷൻ കൊസൈൻസ് കിട്ടും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ കണ്ടുപിടിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് -18 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ പ്ലസ് -4ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ എന്ത് കിട്ടും 324 എന്ന് വരും. 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് 16 എന്നുമാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് 4, ദെൻ ഇവിടെ 8, ദെൻ നമുക്കിവിടെ 4 എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം അതെന്താണ്, അത് 22 എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇതുകൊണ്ട് ഈ കമ്പോണൻസിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് കിട്ടും. വളരെ എളുപ്പമാണ്. അവിടെ നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് ഉണ്ടെങ്കിൽ അവ ഉപയോഗിച്ച് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന പോലെ കണ്ടുപിടിക്കുക. ദെൻ ഓരോന്നിനെയും ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡയറക്ഷൻ കൊസൈൻസ് ആയി. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം ഡയറക്ഷൻ കൊസൈൻസ് ആർ എന്തൊക്കെയാണത്, അത് -18/22, 12/22, ദെൻ -4/22 എന്നാണ് വരിക. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -9/11 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 6/11 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് -2/11 എന്ന് കിട്ടി. അപ്പോൾ നോക്കുക, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മളോട് 3 പോയിന്റ്സ് തന്നിട്ട് അവ കൊളീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആ പോയിന്റ്സിനെ ABC എന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ A എന്ന് പറഞ്ഞിട്ട് 2, 3, 4 എന്നെടുത്തു. B എന്ന് പറയുന്നത് നമുക്ക് -1, -2, 1 ആണെന്ന് എടുക്കാം. അടുത്ത് നമുക്ക് C എന്നെടുത്തു, അത് നമുക്ക് 5, 8, 7 എന്നുമാണ് എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ പോയിന്റ്സ് കൊളീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് AB + BC എന്ന് പറയുന്നത് AC ഡിസ്റ്റൻസ് ആണ് എന്ന രീതിയിൽ എടുക്കാം. നമ്മൾ വെക്ടേഴ്സിൽ ചെയ്ത പോലെ ഇവിടുത്തെ AB വെക്ടറും BC വെക്ടറും AC വെക്ടർ കണ്ടുപിടിച്ച് അവയുടെ മാഗ്നിറ്റ്യൂഡ്സ് എടുത്ത് അതേ ഡിസ്റ്റൻസ് തന്നെ AB + BC ദാറ്റ് ഈസ് ഈക്വൽ ടു AC എന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലൈൻ ആയതുകൊണ്ട് ABയുടെയും BCയുടെയും ഡയറക്ഷൻ റേഷ്യോസ് നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ നോക്കിയപ്പോൾ ആദ്യം നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് AB എഴുതുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഓർഡർ എടുക്കാം. ഇത് ലൈൻ ആണ്, ലൈനിൻ്റെ കേസിൽ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഞാനിവിടെ -1, -2 എന്നെടുത്തു. ഇവിടെ നമുക്ക് -2, -3 എന്നെടുത്തു. നമുക്കിവിടെ 1, -4 എന്നെടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -3, -5, then -3 എന്നാണ് ABയുടെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. x2 - x1, y2 - y1, then z2 - z1 എന്ന രീതിയിലാണ് നമ്മൾ അവിടെ എടുത്തത്. ഇനി നമുക്കവിടെ BCയുടെ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കാം. അപ്പോൾ എഴുതുമ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് BC ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്കവിടെ 5 - -1 എന്നെടുത്തു, 8 - -2 എന്നെടുത്തു, ദെൻ 7 - 1 എന്നാണ് എടുക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 5 + 1 6 എന്ന് കിട്ടി. ഇവിടെ 8 + 2 10 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 7 - 1 6 എന്ന് കിട്ടി. അപ്പോൾ നോക്കുക, ഇവിടെ -3/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/2 ആണ്. -5/10 എന്ന് പറഞ്ഞാൽ -1/2 ആണ്. -3/6 എന്ന് പറഞ്ഞാലും -1/2 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് പറയാം ഇവ എന്താണ്, പ്രപ്പോർഷൻ അല്ലേ, ഡയറക്ഷൻ റേഷ്യോസ് പ്രപ്പോർഷണൽ ആണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് എഴുതിയേക്കാം -3/6 ദാറ്റ് ഈസ് ഈക്വൽ ടു -5/10 ദാറ്റ് ഈസ് ഈക്വൽ ടു -3/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോസ് അല്ലേ, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് AB ആൻഡ് BC അല്ലേ, AB ആൻഡ് BC ആർ പ്രപ്പോർഷണൽ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് പറ്റി അവ പ്രപ്പോർഷണൽ ആണ് എന്ന് നമ്മൾ എഴുതി. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ പറയും എന്താണ്, ABയും BCയും അവിടെ പാരലൽ ആവാനാണ് സാധ്യത എന്ന് എഴുതും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതിയേക്കാം AB ആൻഡ് BC ആർ പാരലൽ എന്ന് എഴുതി. പക്ഷേ അവിടെ എന്തൊരു കേസുണ്ട്, അവിടെ B എന്ന് പറയണത് ABയിലും BCയിലും
ഉള്ള കോമൺ പോയിന്റ് ആണ്. അങ്ങനെ വരണമെങ്കിൽ ഉറപ്പായിട്ടും ABC എന്ന് പറയുന്നത് ഒറ്റ ലൈനിലായിരിക്കണം എന്നാണ് നമ്മൾ എഴുതുക. നമ്മൾ എഴുതുമ്പോൾ ബട്ട് പോയിന്റ് ബി അല്ലേ, പോയിന്റ് ബി ഈസ് കോമൺ, പോയിന്റ് ബി ഈസ് കോമൺ ഓൺ AB ആൻഡ് BC. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഉറപ്പായിട്ടും ഈ 3 പോയിന്റ്സ് എന്തായിരിക്കണം, അവ കൊളീനിയർ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ എഴുതും therefore points A, B and C are collinear. Therefore the points A, B, C are collinear. അപ്പോൾ നോക്കുക, നമ്മളിവിടെ ഡയറക്ഷൻ റേഷ്യോസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് AB ഡിസ്റ്റൻസും BC ഡിസ്റ്റൻസും AC ഡിസ്റ്റൻസും കണ്ടുപിടിച്ചിട്ട് ചെയ്യാമായിരുന്നു. ഇനി അല്ലെങ്കിൽ വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാമായിരുന്നു. വെക്ടേഴ്സിൻ്റെ കേസിൽ മാഗ്നിറ്റ്യൂഡ്സ് ഉപയോഗിച്ച് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ 2 വെക്ടേഴ്സ് എടുത്തിട്ട് ABയും BCയും വെക്ടർ എടുത്തിട്ട് അവയുടെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണ് എന്ന് പ്രൂവ് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്തത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്കൊരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസ് തന്നിട്ട് അവയുടെ സൈഡ്സിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ട്രയാങ്കിൾ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തേക്കാം അല്ലേ. നമുക്ക് ട്രയാങ്കിൾ ABC എന്നെടുക്കാം. അങ്ങനെ നോക്കിയപ്പോൾ ആദ്യത്തെ ആളാണ് A എന്ന് എടുത്തു കഴിഞ്ഞാൽ 3, 5, -4 എന്നെടുത്തു. രണ്ടാമത്തെ ആൾ നമ്മൾ -1, 1, 2 എന്നെടുത്തു. ഇവിടുത്തെ ആൾ നമുക്ക് -5, -2 എന്നെടുക്കാം. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് 3 സൈഡ്സിൻ്റെയും ഡയറക്ഷൻ കൊസൈൻസ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആദ്യം ABയുടെ ഡയറക്ഷൻ റേഷ്യോസ് കാണും, ദെൻ BCയുടെ ഡയറക്ഷൻ റേഷ്യോസ് കാണും, ദെൻ CAയുടെ ഡയറക്ഷൻ റേഷ്യോസ് കാണും. അതിനുശേഷമാണ് നമ്മളിവിടെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനായിട്ട് പോവുക. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ആദ്യം ഡയറക്ഷൻ റേഷ്യോസ് അല്ലേ, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് AB എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു x2 - x1 y2 - y1 z2 - z1 എന്ന രീതിയിൽ എടുക്കാം. അങ്ങനെ വരുമ്പോൾ -1 -3 എന്ന് പറഞ്ഞു, 1 -5 എന്ന് പറഞ്ഞു, ദെൻ 2 -4 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -4 ഇവിടെ നമുക്ക് പ്ലസ് എന്ന് വരും, നമുക്ക് അവിടെ 6 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ റേഷ്യോ. ഇനി എന്ത് ചെയ്യണം, നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന രീതിയിൽ അവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കാണുകയാണ്. സോ -4ൻ്റെ സ്ക്വയർ കാണും, പ്ലസ് -4ൻ്റെ സ്ക്വയർ കണ്ടു, പ്ലസ് 6ൻ്റെ സ്ക്വയർ കാണുകയാണ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 പ്ലസ് നമുക്ക് അവിടെ 36 എന്നാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് അല്ലേ, നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 32 പ്ലസ് 36 എന്നാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ നമുക്കവിടെ 68 എന്നാണ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കുക, 68 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 17 എന്നാണ് വരിക. അതുകൊണ്ട് നമ്മൾ ഇതിനെ 4 × 17 എന്ന് എഴുതി. അപ്പോൾ നോക്കുക, സ്ക്വയർ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ഇയാളെ നമുക്ക് 2√17 എന്നാണ് ഇപ്പോൾ എഴുതാനായിട്ട് പറ്റുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എഴുതാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ 3 ഡയറക്ഷൻ റേഷ്യോസിനെ 2√17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എഴുതാം therefore direction cosines of AB അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു -4/2√17 എന്ന് പറഞ്ഞു, കോമ -4 / 2√17, ദെൻ 6 / 2√17 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് 2 കട്ട് ചെയ്താൽ -2/√17 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് -2/√17 എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് 3/√17 എന്നാണ് വരിക. അപ്പോൾ ഇതാണ് AB എന്ന് പറഞ്ഞ സൈഡിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അടുത്തത് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് BC കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് x2 - x1 എന്ന രീതിയിൽ എടുക്കുമ്പോൾ -5 ദെൻ -1 എന്നാണ് വരിക. ഇവിടെ y2 - y1 എന്ന് പറയുമ്പോൾ -5 -1 എന്നാണ് വരിക. ദെൻ z2 - z1 എന്ന് പറയുമ്പോൾ -2 ദെൻ -2 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ -5 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -4 ആണ്. ഇത് -5 - 1 എന്ന് പറഞ്ഞാൽ -6 ആണ്. ഇവിടെ നോക്കുക, നമുക്ക് -4 എന്നുമാണ് കിട്ടുക. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് കിട്ടി. ഇനി എന്ത് കണ്ടാൽ മതി, നമുക്ക് അവിടെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കാണണം. സോ നമ്മളവിടെ കണ്ടുപിടിക്കുമ്പോൾ -4ൻ്റെ സ്ക്വയർ പ്ലസ് -6ൻ്റെ സ്ക്വയർ പ്ലസ് -4ൻ്റെ സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ ഇത് തന്നെയാണ് വരുന്നത് അല്ലേ. നമുക്കവിടെ 16 36 ദെൻ 16 എന്ന് പറഞ്ഞു. സോ സ്ക്വയർ റൂട്ട് ഓഫ് 68 എന്നാണ് വരിക. അതെന്താണെന്ന് നമുക്ക് അറിയാം. അതെന്താണ്, അത് 2√17
17 ആണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കിവിടെ ഡയറക്ഷൻ കോസൈൻസ് ഓഫ് ബി സി എഴുതാനായിട്ട് പറ്റി. ദാർഫോർ ഡയറക്ഷൻ കോസൈൻസ് അല്ലേ, ഡയറക്ഷൻ കോസൈൻസ് ഓഫ് ബി സി അല്ലേ, ബി സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ -4/2√17, -6/2√17, -4/2√17 എന്നാണ് വരിക. അവിടെ നമുക്ക് 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ -2/√17 എന്ന് വന്നു. ദെൻ -3/√17 എന്ന് വന്നു. ഇവിടെ നമുക്ക് -2/√17 എന്നാണ് വരിക. അപ്പോൾ നമ്മളിവിടെ രണ്ട് സൈഡ്സിൻ്റെ ഡയറക്ഷൻ കോസൈൻസ് കണ്ടുപിടിച്ചു. ഇതുപോലെ നമുക്ക് മൂന്നാമത്തെ സൈഡിൻ്റെയും ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിച്ചിട്ട് ഡയറക്ഷൻ കോസൈൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിനി ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് സി എ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എഴുതാം ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് സി എ അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കുക x2 - x1 എന്ന് പറയുമ്പോൾ 3 - -5 എന്ന് പറഞ്ഞു. ദെൻ y2 - y1, ദെൻ z2 - z1 എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ നോക്കുക 3 + 5 എന്ന് പറഞ്ഞാൽ അവിടെ 8 എന്ന് പറഞ്ഞു. ഇവിടെ 5 + 5 എന്ന് പറഞ്ഞാൽ 10 എന്നാണ് വരുന്നത്. ദെൻ -4 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 എന്നുമാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് കിട്ടി. നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന രീതിയിൽ 8ൻ്റെ സ്ക്വയർ പ്ലസ് 10ൻ്റെ സ്ക്വയർ പ്ലസ് -2ൻ്റെ സ്ക്വയർ എടുത്തിട്ട് മൊത്തത്തിൽ സ്ക്വയർ റൂട്ട് കാണണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 64 പ്ലസ് ഇവിടെ നമുക്ക് 100 പ്ലസ് 4 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 168 എന്നാണ് കിട്ടുന്നത്. നമുക്കതിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 × 42 എന്ന് മാത്രമാണ് നമുക്കതിനെ എഴുതാനായിട്ട് പറ്റുക. നമുക്കതിനെ ഫർദർ ഫാക്ടറൈസ് ചെയ്താലും നമുക്ക് കോമൺ ആയിട്ട് 2 വെച്ച് പെയർ വൈസ് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിർത്തുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുക സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് 2 ആണ്. സോ 2√42 എന്നാണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ റേഷ്യോസും മാഗ്നിറ്റ്യൂഡും. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ ഡയറക്ഷൻ കോസൈൻസ് കണ്ടുപിടിക്കാം. സോ ദാർഫോർ ഡയറക്ഷൻ കോസൈൻസ് അല്ലേ, ഡയറക്ഷൻ കോസൈൻസ് ഓഫ് സി എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 8/2√42 എന്ന് വന്നു, 10/2√42 എന്ന് പറഞ്ഞു. ദെൻ നമുക്ക് അവിടെ -2/2√42 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/√42 എന്ന് എഴുതി. ദെൻ 5/√42 ഇവിടെ നമുക്ക് -1/√42 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് നമ്മളിവിടെ 2 കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ നമുക്ക് നമ്മളിവിടെ 3 സൈഡ്സിൻ്റെയും ഡയറക്ഷൻ കോസൈൻസ് എഴുതി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫൈനലി അതൊന്ന് എടുത്ത് എഴുതാം. ദാർഫോർ ഡയറക്ഷൻ കോസൈൻസ് അല്ലേ, ഡയറക്ഷൻ കോസൈൻസ് ഓഫ് സൈഡ്സ് ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് എടുത്ത് എഴുതാം. സോ -2/√17, -2/√17, ദെൻ 3/√17 ആണ് വന്നത്. അതിനുശേഷം അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ -2/√17, -3/√17, ദെൻ -2/√17 ആയിരുന്നു. ഫൈനലി നമുക്ക് കിട്ടിയത് 4/√42, 5/√42, ദെൻ -1/√42 എന്നാണ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ x2 - x1 എന്ന രീതിയിൽ b - a എന്നാണ് എടുത്തത്. ദെൻ c - b, ദെൻ നമ്മളെടുത്തത് a - c എന്ന രീതിയിലായിരുന്നു. നമ്മളിതിനെ തിരിച്ചെടുത്തിരുന്നെങ്കിൽ നമുക്കിവിടെ എല്ലാം ഇതിൻ്റെ നെഗറ്റീവ് കിട്ടിയേനെ. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് ചെയ്തതെങ്കിൽ അത് കറക്റ്റ് ആൻസർ തന്നെയാണ്, തെറ്റെന്ന് പറയാനായിട്ട് പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നെഗറ്റീവ് കിട്ടിയിരുന്നെങ്കിലും അതും എന്ത് തന്നെയാണ്, അതും കറക്റ്റ് ആൻസർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഇതാണ് ആൻസർ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതിൻ്റെ നെഗറ്റീവാണ് ആൻസർ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതോടുകൂടി ഈ എക്സസൈസിലുള്ള 5 ക്വസ്റ്റ്യൻസിൻ്റെയും സൊല്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.